നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികൾക്ക് തിരിച്ചടിയാകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. ഒമിക്രോൺ ബാധിച്ച് പ്രവാസി ഷോപ്പിംഗ് മാളിലും റെസ്റ്റോറന്റിലും പോയതായി കണ്ടെത്തിയിരിക്കുകയാണ്. കേരളത്തിലെത്തിയ രോഗി സ്വയം നിരീക്ഷണത്തിലായിരുന്ന സമയത്ത് ഷോപ്പിംഗ് മാളിലും റെസ്റ്റോറന്റിലും പോയത് ഏറെ ആശങ്ക പരത്തുകയാണ്. അതിനാൽ ഇയാളുടെ സമ്പർക്ക പട്ടിക അതിവിപുലമാണ്. ഹൈറിസ്ക് രാജ്യങ്ങളിൽ നിന്നുള്ള രോഗികൾക്ക് കേന്ദ്ര മാർഗനിർദ്ദേശം അനുസരിച്ച് കഠിനമായ ക്വാറന്റൈൻ വ്യവസ്ഥകളാണ് നിലവിലുള്ളത്. എന്നിരിക്കെയാണ് കേരളത്തിൽ ഇത്തരമൊരു സംഭവം ഉണ്ടായിരുന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്നാൽ കോങ്കോ ഹൈറിസ്ക് രാജ്യങ്ങളുടെ പട്ടികയിൽ പെടാത്തതിനാൽ ഇയാൾക്ക് സ്വയം നിരീക്ഷണമായിരുന്നു ആരോഗ്യ പ്രവർത്തകർ നിർദ്ദേശിച്ചിരുന്നത്. എന്നാൽ ഇത് ലംഘിച്ച പ്രവാസി ഷോപ്പിംഗ് മാളുകളിലും റെസ്റ്റോറന്റുകളിലും കറങ്ങി നടന്നതാണ് ഇപ്പോൾ സംസ്ഥാനത്തെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം സാമ്പിൾ ടെസ്റ്റ് റിപ്പോർട്ട് വന്ന ഇയാൾ പോസിറ്റീവ് ആയതിനെ തുടർന്ന് സമ്പർക്ക പട്ടിക തയ്യാറാക്കുന്ന അവസരത്തിലാണ് പട്ടിക വളരെ വിപുലമാണെന്ന് അധികൃതർ മനസ്സിലാക്കുന്നത്. ഒമിക്രോൺ വൈറസിന് മറ്റ് കോവിഡ് വകഭേദങ്ങളെ അപേക്ഷിച്ച് വ്യാപനശേഷി കൂടുതലായതിനാൽ ഇയാളുടെ സമ്പർക്ക പട്ടികയിലുള്ളവരെ കണ്ടെത്തുക എന്നത് ആരോഗ്യ പ്രവർത്തകരെ സംബന്ധിച്ച വെല്ലുവിളി നിറഞ്ഞതാണ്. എല്ലാ ജില്ലകളിലും അതീവ ജാഗ്രത പുലർത്തണമെന്നാണ് ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശം. സംസ്ഥാനത്ത് ഒമിക്രോൺ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ അതീവ ജാഗ്രത പാലിക്കുകയാണ്. മറ്റു രാജ്യങ്ങളിൽ ഒമിക്രോൺ സ്ഥിരീകരിച്ചപ്പോൾ തന്നെ സംസ്ഥാനം ജാഗ്രത പുലർത്തിയിരുന്നു. കേന്ദ്ര മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് എയർപോർട്ട് മുതൽ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. വളരെ നേരത്തെ രോഗബാധിതരെ കണ്ടെത്തുന്നതിനും അവർക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കാനും അതിലൂടെ രോഗവ്യാപനം തടയുകയുമാണ് ലക്ഷ്യമിട്ടത്. വിദേശ രാജ്യങ്ങളിൽ നിന്നും എത്തുന്നവരിൽ പോസിറ്റീവ് ആകുന്നവരെ ആശുപത്രികളിലെ പ്രത്യേക വാർഡിലേക്കും റിസ്ക് രാജ്യങ്ങളിൽ നിന്നും വരുന്നവരിൽ നെഗറ്റീവ് ആകുന്നവരെ ഹോം ക്വാറന്റൈനിലേക്കുമാണ് മാറ്റുന്നത്. അല്ലാത്തവർക്ക് സ്വയം നിരീക്ഷണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഹൈറിസ്ക് രാജ്യങ്ങളിൽ നിന്നും വരുന്നവരിൽ RT-PCR പോസിറ്റീവ് ആകുന്നവരുടെ സാമ്പിളുകൾ ഒമിക്രോൺ ജനിതക പരിശോധനയ്ക്ക് അയച്ചു വരുന്നത്. ഇത്രയും നിയന്ത്രണങ്ങൾ കേരളത്തിലെത്തുന്ന പ്രവാസികൾക്ക് ഉള്ളപ്പോഴാണ് ഈ പാളിച്ച സംഭവിച്ചിരിക്കുന്നത്. അതിനാൽ സംസ്ഥാനം പ്രവാസികൾക്കുള്ള നിയന്ത്രണങ്ങൾ കൂടുതൽ കടുപ്പിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. ഇത്തരം പാളിച്ചകൾ കൂടുതൽ നിയന്ത്രണങ്ങളിലേക്ക് വഴിവെക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.